ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീം ഗാർഡനിൽ നിന്നും. അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മൾ 14K സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്ന ദിവസമാണ്. 14,000 സബ്സ്ക്രൈബർ തികഞ്ഞിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, കാരണം ഡ്രീം ഗാർഡൻ ഒത്തിരി സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നത്. ഒരുപാട് സന്തോഷത്തോടുകൂടിയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് 5 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 5 പേര് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഡ്രീം ഗാർഡൻ എന്ന ഒരു പുതിയ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബൊഗെയിൻവില്ല പ്ലാന്റ്സ് പോലും കയ്യിലില്ല എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ കമൻറ്റുകളെല്ലാം വായിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഡ്രീം ഗാർഡൻ എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൊഗെയിൻവില്ല പ്ലാന്റ് ഒരെണ്ണം പോലും വാങ്ങിക്കാൻ കഴിവില്ല എന്ന് പറയുന്ന ആ 3 പേർക്ക് ഇന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇന്ന് 5 ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. അതിൽ 3 പേർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് പോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത ഇവരാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന, അതായത് ഒരു പ്ലാന്റ് പോലും എൻ്റെ കയ്യിൽ ഇല്ല, അത് വാങ്ങിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള 3 പേർക്കാണ് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പം ആ 3 പേര് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുമെന്നല്ലേ, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ആദ്യത്തെ 3 കമൻറ്റ് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ബൊഗെയിൻവില്ല പ്ലാന്റ്സ് ഒരെണ്ണം പോലും ഇല്ല എന്ന് 3 പേർക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം കമൻറ്റ് ചെയ്യുന്ന, അതുപോലെ ബൊഗെയിൻവില്ല പ്ലാന്റ്സ് ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുന്ന 3 പേർക്കാണ്, ആദ്യത്തെ കമൻറ്റുകളാണ് കേട്ടോ. അതായത് ആദ്യം ഇതുപോലെ പ്ലാന്റ്സ് ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുന്ന 3 പേർക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആദ്യം കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തതിന് ശേഷം ആ ഏത് ഐ ഡിയിൽ നിന്നാണോ കമൻറ്റ് ചെയ്തത് ആ ഐ ഡിയിൽ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് വരാം. 3 പേർക്കാണ്. അപ്പോൾ 3 പേര് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇനി പുതിയതായിട്ട് ഒരാൾക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും 3 പേര് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ. 3 പേർക്കാണ് കൊടുക്കുന്നത്. ബാക്കിയത്തെ 2 പേരെ ലക്കി ഡ്രോ സെലക്ട് ചെയ്യും. അത് കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ സെലക്ട് ചെയ്യണം. അപ്പം ടോട്ടൽ 3+2 ആണ് ഇന്നത്തെ ഗിഫ്റ്റ്. അപ്പോൾ ഒരു പ്ലാന്റ് പോലും കയ്യിലില്ല എന്ന് എഴുതിയിരിക്കുന്ന, കമൻറ്റ് ചെയ്തിരിക്കുന്ന 3 പേരെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് 3 പേരെയാണ് പരിഗണിക്കുന്നത് കേട്ടോ. ആ 3 പേർക്കും നിങ്ങളുടെ ഇന്ന ഐ ഡിയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റുകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കണമെന്നുള്ളവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോൾ ചെയ്തതിന് ശേഷം മാത്രം വരട്ടെ. എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ കോൾ ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റുകൾ കളക്ട് ചെയ്യാനായിട്ട് വരാം. ഇന്നും ഡ്രീം ഗാർഡനിൽ വർണ്ണ വസന്തം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എന്നായിരുന്നു, കഴിഞ്ഞ സൺഡേ ആയിരുന്നു തോന്നുന്നു, സൺഡേ ഇതുപോലെ ഫുള്ള് ഇതുപോലെ പ്ലാന്റ്സുകൾ ഫ്ലവർ ഇട്ട് വന്നിരുന്നു. നമ്മൾ സൺഡേ ഒരു വുമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ പ്ലാന്റ്സുകൾ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിരുന്നു. അതായത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പ്ലാന്റ്സുകളാണ് വന്നത്, ഹ്യൂജ് സ്റ്റോക്കാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇന്ന് ആർക്കും കൊടുക്കാനായിട്ട് തികയാതിരിക്കില്ല, എല്ലാവർക്കും കൊടുക്കാനുള്ള പ്ലാന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തതാണ്. പക്ഷേ നമ്മുടെ പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല. നമ്മൾ മഹാറായുടെ ഒരു കോംബോ ചെയ്തിരുന്നു. ഒത്തിരി എൻക്വയറി, അതായത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് എൻക്വയറിയാണ് അതിന് വന്നത്. പക്ഷേ എന്ത് വെച്ചെന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ് കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ബ്രീസ ഗ്ലോസി എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കൊണ്ടുവന്നിരുന്നു. അതും നമുക്ക് കൊടുക്കുവാനായിട്ട് തികഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എൻക്വയറി വന്നവരോടൊക്കെ നമ്മൾ ഇന്നലെ വൈകുന്നേരം, അതായത് ഇന്നലെ വ്യാഴാഴ്ച വൈകുന്നേരം സ്റ്റോക്ക് വരുമെന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് തീർന്ന ഐറ്റംസ് എല്ലാം സ്റ്റോക്ക്, ഇന്ന് ഹ്യൂജ് സ്റ്റോക്ക്. ഇന്ന് എന്തായാലും ആർക്കും കൊടുക്കാതിരിക്കാൻ തികയില്ല. ഇന്ന് എല്ലാവർക്കും കൊടുക്കാൻ മാത്രമല്ല ഹ്യൂജ് സ്റ്റോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഹ്യൂജ് സ്റ്റോക്ക് എന്തൊക്കെയാണെന്ന് കാണണ്ടേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രീം ഗാർഡൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ.
ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പ്ലാൻസുകൾ, ഒരുപാട് റെയർ പ്ലാൻസുകളൊക്കെ വരുന്നുണ്ടാവും. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിലെ അപ്ഡേഷൻ നിങ്ങൾക്ക് അപ്പാപ്പേ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി പ്ലേസ് ഓർഡർ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് പ്ലാന്റുകൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കിട്ടാറില്ല. കാരണം ഓൾറെഡി ഗ്രൂപ്പ് മെമ്പേഴ്സ് പ്ലാന്റുകൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്ലാന്റ്സുകൾ നമുക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ ഗ്രൂപ്പിൽ ഇനി ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ഡ്രീം ഗാർഡന് 3-4 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ളവർ പിന്നീട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മുടെ പ്ലാന്റ്സുകൾ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നലെ രാത്രി വന്നിറങ്ങിയ പ്ലാന്റ്സുകളാണ്. ഇനി അത് കൂടാതെ നമുക്ക് കുറച്ച് മുറ്റമാണുള്ള മുറ്റം മുഴുവൻ പ്ലാന്റ്സുകളാണ് കേട്ടോ. അതാ ഇവിടെ എല്ലാം പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. നല്ല ഫ്ലവർ ഇട്ട പ്ലാന്റ്. ഇന്നിപ്പോൾ ഇന്ന് ഫ്ലവർ ഇട്ട പ്ലാന്റിൻ്റെ തന്നെ വീഡിയോസാണ് കേട്ടോ. അതാ ഇവിടെ എല്ലാം. ഇവിടെ നമ്മൾ കുറച്ച് ഭാഗം സ്പേസ് ഇട്ടേക്കുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ആ പ്ലാന്റുകളെല്ലാം കാർ ഷെഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ദിവസം പോലും ആ ഒരു ഷീറ്റിൻ്റെ അടിയിൽ പ്ലാന്റ് ഇരിക്കും. പെട്ടെന്ന് പൂക്കൾ പൊഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഏരിയ ഒഴിച്ചിട്ടേക്കുവാണ് അത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു സൈഡ് ഫുള്ളും പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫ്ലവർ ആകാനൊക്കെ ആയിട്ട് വെച്ചേക്കാണ്. ഓരോന്ന് ഫ്ലവറൊക്കെ ആയി വരുവാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കുള്ളത് കേട്ടോ. ഒരുമാതിരി എല്ലാ വെറൈറ്റിയും തന്നെ ഉണ്ട്. ഇന്ന് ഒത്തിരി വിലയുടെ പ്ലാന്റ്സുകളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇന്ന് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോസാണ്. എത്ര കുഞ്ഞു പ്ലാന്റുകൾ പോലും, അതായത് ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു പ്ലാന്റുകൾ പോലും ഇന്ന് ഡ്രീം ഗാർഡൻ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ബോഗൈൻവില്ല പ്ലാന്റ് പോലും എൻ്റെ കയ്യിലില്ല എന്ന് ഇനി ആരും പരിഭവം വിചാരിക്കേണ്ട. അപ്പോൾ ആർക്കും വാങ്ങിക്കുന്ന രീതിയിലുള്ള കുഞ്ഞു പ്ലാന്റുകൾ വരെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റുകൾ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മളിവിടുന്ന് DTDC കൊറിയർ, സ്പീഡ് പോസ്റ്റ് കൊറിയർ, സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ, അതുപോലെ തന്നെ പ്ലാന്റ് വെഹിക്കിൾ, അങ്ങനെയാണ് നമ്മളിവിടുന്ന് പ്ലാന്റ്സുകൾ കയറ്റി വിടുന്നത്. അപ്പോൾ DTDCയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റൊക്കെ എല്ലാവർക്കും അറിയാം നമ്മളിവിടുന്ന്. പിന്നെ ഡ്രീം ഗാർഡൻ ഒരു സ്പെഷ്യൽ വെഹിക്കിൾ ഏർപ്പാടാക്കിയാണ്. ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ ബൊഗെയിൻവില്ല പ്ലാന്റ്സുകൾ എല്ലാവർക്കും സെയിം പോട്ടുകൾ, അതായത് ഈ വന്നിരിക്കുന്ന 8 ഇഞ്ച് പോട്ടുകൾ അങ്ങനെ തന്നെ എടുക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. അതായത് ഇപ്പോൾ ബൊഗെയിൻവില്ല പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെയാണ് ഒരു പോട്ടിന്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ സാധനം വീട്ടിലേക്ക് നമുക്ക് കൊറിയർ എത്തുന്നതിന് അത്യാവശ്യം നല്ല പൈസ തന്നെയാവും. അപ്പോൾ നമ്മൾ ഹോം ഡെലിവറി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ഡ്രീം ഗാർഡൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ വെഹിക്കിളാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് സേഫായിട്ട് പ്ലാന്റുകൾ എത്തും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പോൾ ഡ്രൈവറെ വിളിച്ചിട്ട് എപ്പോഴാണ് എത്തുന്നത് വിളിച്ച് ചോദിക്കേണ്ടതായിട്ടില്ല. പ്രത്യേകം പറയുവാണ്, ഇപ്പോൾ 11 മണിക്ക് എത്തുമെന്ന് ഡ്രൈവർ പറഞ്ഞാൽ പോലും 11 മണിക്കൊന്നും എത്തൂല. കാരണം ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ ഒത്തിരി ഉള്ളിലേക്കുള്ള വീടുകളിലേക്കൊക്കെ, അതായത് വഴിയൊക്കെ ഒത്തിരി ഉള്ളിലേക്കുള്ള വീടുകളിലേക്കൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി പോകും. റൂട്ട് മാപ്പൊക്കെ നോക്കി ഓരോ വീടുകളുടെ അഡ്രസ്സും റൂട്ട് മാപ്പ് നോക്കി ഒരു വീട്ടിൽ കൊടുത്ത് അടുത്ത വീട്ടിലെ ലൊക്കേഷൻ നോക്കി അങ്ങനെ കൊടുത്ത് വരുമ്പോഴത്തേക്കും പറഞ്ഞ സമയത്ത് എത്താൻ സാധിക്കില്ല. എന്തായാലും നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട്, എന്തായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പ്ലാന്റ് സേഫായിട്ട് എത്തിക്കിട്ടും. ആ ഒരു കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എങ്ങനെയാണ് പ്ലാന്റ് വെഹിക്കിളിൻ്റെ ചാർജ് വരുന്നതെന്ന്. ഒരു ബോക്സിന് 400 റുപ്പീസാണ് നോർമലായിട്ട് വരുന്നത് കേട്ടോ. 400 രൂപയാണ് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതിന് ചാർജ് വരുന്നത്. അതുകൂടാതെ വലിയ ബോക്സുകളാണെങ്കിൽ, അതായത് ഇപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം 4-5 പ്ലാന്റ് ആണ് ഒരു ബോക്സ്, സാധാരണ ഒരു മീഡിയം സൈസ് ബോക്സിൽ കയറുക. അതായത് ഈ ബോഗെയിൻവില്ലയുടെ 7-8 ഇഞ്ച് ചട്ടികളൊക്കെ 4-5 പ്ലാന്റുകളാണ് ഒരു ബോക്സിൽ വെക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ബോക്സിന് 400 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നീട് ഈ 6, 7, 8 പ്ലാന്റ് വരെ വെക്കുന്ന വലിയ ബോക്സുകളുണ്ട്. വലിയ ബോക്സിലാണെങ്കിൽ ചാർജ് വരുന്നത് 600 ആണ് കേട്ടോ, 600 രൂപയാണ് കേട്ടോ. അപ്പോൾ 600 രൂപയുടെ ബോക്സിൽ നമുക്ക് 7-8 പ്ലാന്റ് വരെ മാക്സിമം വയ്ക്കാൻ സാധിക്കും കേട്ടോ. മാക്സിമം വയ്ക്കാൻ 7-8 പ്ലാന്റിന്. അപ്പോൾ ബോക്സിന് അന്നേരം ചാർജ് വരുന്നത് 600 ആണ് കേട്ടോ. 8 പ്ലാന്റിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് 2 ബോക്സൊക്കെ ആയിട്ട്, അതായത് 7 പ്ലാന്റിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 ബോക്സായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ 2 ബോക്സിന് ചാർജ് വരുന്നത് 400 + 400 ആയിരിക്കും ചാർജ് വരിക കേട്ടോ. എങ്ങനെയായാലും ഈ പ്ലാന്റ് വെഹിക്കിൾ സർവീസ് തന്നെയാണ് സേഫ്. കാരണം നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഈ സെയിം പോട്ടുകൾ അങ്ങനെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കിട്ടുവാണ്. നമുക്ക് വരുമ്പോൾ തന്നെ പ്ലാന്റ്സുകൾ വെയിലത്തേക്ക് വെക്കാം. എന്നാൽ കൊറിയർ വരുന്ന പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന്, ഈ പോട്ടിൽ നിന്ന് കുറച്ച് മണ്ണുകൾ മാറ്റി
ചെറിയൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തോ അല്ലെങ്കിൽ കവറിൽ കെട്ടിയാണ് അയക്കുന്നത്. അങ്ങനെ വരുന്ന പ്ലാന്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വീടുകളിലേക്ക് എത്തുന്ന പ്ലാന്റുകൾ നിങ്ങൾ പോട്ട് ചെയ്യുന്ന സമയത്ത് കവറിൽ കെട്ടിയാൽ വരുന്നെങ്കിൽ പോട്ട് ചെയ്യുന്ന സമയത്ത് ചുവട്ടിലെ മണ്ണ് അനങ്ങാതെ നോക്കുക. ചുവട്ടിലെ മണ്ണ് അനങ്ങി കഴിഞ്ഞാൽ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ചെറിയ പോട്ടുകളിലാക്കി വരുന്നാൽ പോലും പ്ലാന്റ് വെയിലത്ത് വെക്കാൻ സാധിക്കില്ല. ഒരാഴ്ച നല്ല തണലത്ത് വയ്ക്കുക, അതിനുശേഷം മാത്രം വെയിലത്തേക്ക് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ പോട്ടിന് എത്രമാത്രം വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വലിയ പോട്ട് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു വലിയ പോട്ടിന് സാധാരണഗതിയിലുള്ള ഒരു 7 ഇഞ്ച് പോട്ട് ബൊഗേനിയയുടെ വെയിറ്റ് വരുന്നത് തന്നെ ഒരു 3 kgയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. 3 kg വെയിറ്റ് ആണ് ഒരു ബൊഗേൻവില്ല പ്ലാന്റ്. അപ്പോൾ എല്ലാം 3 kg ആവണമെന്നില്ല, ചിലത് 3 kg മുകളിലോട്ട് 3.5 കിലോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആവറേജ് ഒരു 3 കിലോ എങ്കിലും വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഒരു പോട്ട് നമുക്ക് ഒരു ബോക്സ് ഞാൻ പറഞ്ഞു 5 പോട്ടുകൾ നമുക്ക് പാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 5 പോട്ട് വെച്ചിട്ട് ഒരു 3 കിലോ 15 കിലോ നമുക്കൊരു DTDCയിൽ നമുക്കറിയാം. DTDCയുടെ ചാർജ് ഏകദേശം 70 രൂപയുടെ അടുത്താണ് ഒരു കിലോയ്ക്ക് വരുന്നത്. 15 × 70 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര രൂപയാകും എന്നറിയാം. അത് വെച്ച് നോക്കുമ്പോൾ പ്ലാന്റ് വെഹിക്കിളിൽ 400 റുപ്പീസിൻ്റെ നമുക്ക് ഹോം ഡെലിവറി ആയിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ DTDC മിക്കവാറും വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുമില്ല. പിന്നെ 1-2 പ്ലാന്റുകൾ വാങ്ങിക്കുന്നവർക്ക് DTDCയിൽ പ്ലാന്റ്സുകൾ വാങ്ങിക്കാം കേട്ടോ. ഇനി ഹോം ഡെലിവറി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോക്സിലേക്ക് എടുക്കാവുന്ന മാക്സിമം പ്ലാന്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ പറഞ്ഞിരുന്നു 5 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടോ. നമ്മൾ മഹാറയുടെ കുറച്ച് കളേഴ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഹാറ നിങ്ങളുടെ ഓപ്ഷനാണ്. സെലക്ട് ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ള മഹാറ കളേഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കളറുകൾ അല്ലെങ്കിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മഹാറയുടെ കളർ ഞാൻ ഓരോന്നായിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. കമൻറ്റുകൾ അപ്പോൾ പ്ലാന്റ്സുകൾ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുന്ന 3 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് കൂടാതെ 2 പേർക്ക് ലക്കി ഡ്രോ സെലക്ട് ചെയ്ത് 2 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച വുമൺ ഡേയുടെ ഒരു വുമൺ ഡേയ്സിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലക്കി വിന്നർ സെലക്ട് ചെയ്യുന്നത് നമ്മൾ സൺഡേ നൈറ്റ് നമ്മൾ അതിൻ്റെ വിന്നർ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് പ്ലാന്റ് വെഹിക്കിളിന് സർവീസിന് വേണ്ടി ഹോം ഡെലിവറിക്ക് വേണ്ടി പ്ലാന്റുകൾ ബോക്സുകൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റുകൾ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ബോക്സുകൾ റെഡിയാക്കുന്നത് കേട്ടോ. പറയാനുള്ളത് ഇനി ബോഗിൻവില്ല പ്ലാന്റ്സുകൾ പൂക്കുന്നില്ല, അതിൽ ഗ്രോത്ത് ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇതാണ് DAP എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ കേട്ടോ. ഇത് തരി പോലെ ഇരിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ഇത് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നഴ്സറികളിലുണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ DAP 1 കിലോ, അതായത് 1/2 കിലോ വെച്ചിട്ട് കെട്ടി വെച്ചേക്കുന്നതാണ്. 1 കിലോയ്ക്ക് DAP ചാർജ് വരുന്നത് 150 ആണ് കേട്ടോ. 150 പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നഴ്സറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊടുക്കേണ്ടതായിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സുകളും ഏതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്ലാന്റ്സുകൾ, അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ കോംബോ ആയിട്ടും കാണിക്കുന്നുണ്ട്, അല്ലാതെയും കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സുകൾ ലിസ്റ്റ് ഇട്ട് വാട്സപ്പിലേക്ക് വരാം. എനിക്ക് ഇത് ഇന്ന പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഇട്ട് വാട്സപ്പിലേക്ക് വരാം. ഹായ് മെസ്സേജ് ഇട്ടിട്ട് ആരും പോയേക്കരുത്. പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പ്ലാന്റ്സുകളുടെ ലിസ്റ്റ് ഇടുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി ഷെയർ ചെയ്ത് തരാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോ പ്ലാന്റുകൾ നോക്കാം കേട്ടോ. ഇന്ന് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്ലാന്റ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഏറ്റവും കുഞ്ഞു വില മുതലുള്ള പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി റേറ്റിൻ്റെ പ്ലാന്റ്സുകൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മഹാറയുടെ കോംബോ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അപ്പോൾ കുറേ പേർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് തന്നെ, കാരണം നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, റേറ്റും കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ പ്ലാന്റുകളുമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം DAPയുടെ കാര്യം പറഞ്ഞതല്ലോ. ഈ DAP എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ പറഞ്ഞു ഫ്ലവർ ഉണ്ടാകുന്നതിനും ഗ്രോത്തിനും വേണ്ടിയിട്ട് നഴ്സറിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ് DAP. ഇനി ഇത് എത്രമാത്രം എങ്ങനെ ഉപയോഗിക്കണം പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണ്. ഇനി DAP നമുക്കിതാ ഈ ഒരു അളവ് എടുത്താൽ മതി കേട്ടോ. നമുക്കിതാ ഇത്ര എടുത്തിട്ട് നമുക്കിതാ ഒരു പോട്ടിനകത്ത് നമുക്കിതാ ഇതുപോലെ നമുക്ക് പോട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് ചുവട് ചേർത്ത് ഒരു കാരണവശാലും ഇടാൻ പാടില്ല. സൈഡിലായിട്ട് വിതറി ഇടാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡിൽ വിതറിയിട്ടാൽ മാത്രം മതിയാകും. നമ്മൾ നനയ്ക്കാനനുസരിച്ചാണ് ഇത് മണ്ണിലേക്ക് കുറേശ്ശായിട്ട് അലിഞ്ഞു ചേരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ ഗ്രോത്തും അതുപോലെ പൂക്കളും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരുടെയും പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് പൈസ പോകാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പറയുവാണ്, DAP ഇടുമ്പോൾ ചുവട് ചേർത്ത് ഇടാൻ പാടില്ല. നമ്മുടെ ചുവടിൽ നിന്ന് കുറച്ച് അകത്തിയായിട്ട് ഇതുപോലെ ഇടാൻ പാടുള്ളൂ കേട്ടോ.
അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബോഗിൻവില്ല പ്ലാന്റ്സിൻ്റെ ചുവട്, അതായത് നടാൻ നേരത്തൊക്കെ ചുവടൊക്കെ എടുത്ത് നടപ്പോൾ ഇതൊക്കെ പോട്ടിൽ വരുന്ന പ്ലാന്റൊക്കെ റീപോർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഇത് കമത്തി എടുക്കുക. അതിനുശേഷം ഒരു കാരണവശാലും റൂട്ട് ഭാഗം, അതായത് ചുവടിൻ്റെ ഭാഗം അനങ്ങാൻ പാടില്ല. ചുവട് ഭാഗം അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് പിടിച്ചു കിട്ടില്ല. അതുപോലെ തന്നെ എപ്പോൾ റീപോർട്ട് ചെയ്താൽ നമ്മൾ ഒരാഴ്ച തണലത്ത് വെച്ചതിന് ശേഷം മാത്രം പ്ലാന്റുകൾ വെയിലത്തേക്ക് വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ നന്നായിട്ട് നനച്ചിടുക. നന തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടെന്ന് പറയുന്നത്. നല്ല നന തന്നെയാണ്, അതുപോലെ നല്ല വെയിലുമാണ് ബോഗിൻവില്ല പ്ലാന്റ്സുകൾക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡോക്ടർ റാവു റെഡ് ആൻഡ് ഡോക്ടർ റാവു ഓറഞ്ച് ആണ് കേട്ടോ. ഇതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഡോക്ടർ റാവു റെഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡ് അല്ല, പ്രത്യേകം പറയുകയാണെങ്കിൽ ഡാർക്ക് മജന്ത പോലത്തെ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ, കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പ്ലാന്റ് സൈസ് ഒരുപാട് വലുതൊന്നുമല്ല, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. പൂക്കൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോക്ടർ റാവുവിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത്, ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 350 350 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് പൂനെ വൈറ്റ് ആണ് കേട്ടോ. നല്ല ഫുൾ ഫ്ലവർ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പൂവാണ് കേട്ടോ. അതായത് ഒരുപാട് ദിവസങ്ങൾ ഈ പൂക്കൾ നിൽക്കുന്നതാണ്. പൂനെ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതിന് പ്രൈസ് വരുന്നത് 200 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പം ഡോക്ടർ റാവുവിൻ്റെ ഒപ്പം ഒരു കോംബോ ആയിട്ട് വെച്ചത് 3 പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 500 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത്. അടുത്ത ഒരു കോംബോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കൊണ്ടുവന്നിട്ട് തികഞ്ഞിരുന്നില്ല, ഒത്തിരി എൻക്വയറി വന്ന പ്ലാന്റാണ് മഹാറ എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ മഹാറയുടെ ആദ്യത്തെ കളർ വരുന്നത് ഈ ഒരു കളർ കേട്ടോ. നല്ല പ്യുവർ വൈറ്റ് അല്ല എങ്കിൽ ചെറിയൊരു ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡ് കയറി വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ. മഹാറ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നോ, നല്ല കട്ട കുത്തി ഫ്ലവർ, നല്ല കട്ട കുത്തി, നല്ല റോസപ്പൂ ഒക്കെ പോലെ നല്ല ഫ്ലവർ, നല്ല കട്ട കുത്തിയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു വെറൈറ്റി വരുന്നത്. രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുമ്പോൾ ലൈറ്റ് പിങ്ക്, നല്ല റോസാപ്പൂ പോലെ തന്നെയാണ് നിൽക്കുന്നത്. ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഈ ഒരു കളറാണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത്. അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ഒരു പീച്ച് പോലത്തെ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ ഒരു കളറ്. ഇതാണ് അടുത്തൊരു വെറൈറ്റി. അപ്പോൾ 3 ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് മജന്തയാണ്. ഡാർക്ക് റെഡ് അല്ല കേട്ടോ, പലരും തെറ്റിദ്ധരിച്ചിട്ട് റെഡാണെന്ന്. റെഡ് അല്ല, ഇതൊരു നല്ലൊരു മജന്ത കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു 4 കളറാണ് നമുക്ക് മഹാറ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 കളറാണ് നമുക്ക് ഈ ആഴ്ച കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 4 കളറിൻ്റെ ഒരു 4 കളറും അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നിന്ന് ഡോക്ടർ റാവുവിൻ്റെ ഈ ഒരു പ്ലാന്റ്, അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റ്, അതല്ലെങ്കിൽ ഇതൊരു പൂന വൈറ്റ്, ഒരു പൂന പർപ്പിൾ എടുത്ത്. അപ്പോൾ ഒരു പൂന പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇതിലേക്ക് വെച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 5 പ്ലാന്റ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 4 മഹാറയുടെ പ്ലാന്റ്. ഈ മഹാറ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. ഇതൊരു പഴയ വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 4 പ്ലാന്റും ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നിങ്ങളുടെ കയ്യിലില്ലാത്തതും നിങ്ങൾക്ക് ഇഷ്ടമായതുമായ ഏതെങ്കിലും ഒരു പ്ലാന്റും കൂടി എടുത്താൽ 5 പ്ലാന്റാണ് നമ്മൾ കോംബോ ആയിട്ട് വയ്ക്കുന്നത്. ഈ ഒരു 5 പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 900 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 900 രൂപയും പിന്നെ അതുപോലെ ഹോം ഡെലിവറി ചാർജ് വരുന്നത് 400. അപ്പോൾ 1300 രൂപയാണ് ഈ ഒരു 5 പ്ലാന്റ് നിങ്ങളുടെ കൈകളിലേക്ക്, അതായത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ വരുന്ന ചാർജ് വരുന്നത് കേട്ടോ. ഇനി ഈ ഒരു 5 പ്ലാന്റും, അതായത് മൊത്തം ഈ മഹാറയുടെ 4 പ്ലാന്റും, അതുപോലെ തന്നെ ഈ ലാവൻഡർ, അപ്പോൾ ഈ 2 വെറൈറ്റി, ഈ ഡോക്ടർ റാവു, പൂനെ വൈറ്റ്, അങ്ങനെ ഈ ഒരു പ്ലാന്റ്സും കൂടി ഉൾപ്പെടുത്തുവാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ടോട്ടൽ വരുന്ന പ്ലാന്റിൻ്റെ എണ്ണം വരുന്നത്, ഒരു കിങ് മാർബിൾ എന്ന് പറഞ്ഞ ചെടി കൂടി അറ്റാച്ച് ചെയ്തിട്ടോ. നല്ലൊരു പീച്ച് കളർ, നല്ല അടർണയുടെയൊക്കെ ഫ്ലവർ പോലെ 2-3 ഷെയ്ഡായിട്ട് വരുന്നൊരു പ്ലാന്റാണ് കിങ് മാർബിൾ. അപ്പോൾ ഇതും കൂടി അറ്റാച്ച് ചെയ്തു. അപ്പോൾ ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് 6ഉം 4ഉം 10 പ്ലാന്റ്. അപ്പോൾ 4 മഹാറയും ബാക്കിയത്തെ നമ്മൾ കാണിച്ച 6 പ്ലാന്റുമാണ് ഈ ഒരു 6 പ്ലാന്റ്. അങ്ങനെ ടോട്ടൽ 10 പ്ലാന്റാണ് വരുന്നത്. 10 പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 1700 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത്. ഈ 10 പ്ലാന്റ് നമുക്ക് ഒരു ബോക്സിൽ വെക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ 10 പ്ലാന്റ് നമുക്ക് 2 ബോക്സിലാക്കിയിട്ടാണ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാർജ് വരുന്നത് 800 രൂപയാണ് ഹോം ഡെലിവറി ചാർജ്, 2 ബോക്സിൻ്റെ ചാർജ്. അപ്പോൾ 1700ഉം 800ഉം ചേർത്തുള്ള എമൗണ്ട് 2500 രൂപയാണ് ഈ ഒരു 10 പ്ലാന്റ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതിന് വരുന്ന ചാർജ് വരുന്നത് കേട്ടോ. ഇവിടെ 10 പ്ലാന്റിൻ്റെ കോംബോ കാണിച്ചിരുന്നല്ലോ. ഈ 10 പ്ലാന്റിൻ്റെ കോംബോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നില്ല, കോംബോ പ്ലാന്റ് കോംബോ ആയിട്ട് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട്, നിങ്ങൾക്ക് ഇന്ന കളർ വേണമെന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ.
അടുത്ത നമ്മുടെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ഗ്ലോസി ബ്രീസ് തന്നെയാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്നിരുന്ന ഗ്ലോസി ബ്രീസ് ഒത്തിരി പ്ലാന്റാണ് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നത്. രണ്ടാമതും നമ്മൾ ഗ്ലോസി ബ്രീസ് സ്റ്റോക്ക് എടുപ്പിച്ചിരുന്നു. എന്നിട്ട് രണ്ടാമതും നമുക്ക് കൊടുക്കുവാനായിട്ട് തികഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്നും നമുക്ക് പ്ലാന്റ് സ്റ്റോക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഗ്ലോസി ബ്രീസ. ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ ഫുൾ ഫ്ലവറൊക്കെ ഇട്ട് വന്നത്. ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. കാരണം ഫ്ലവർ പൊഴിഞ്ഞു പോകും. അത് നമുക്ക് ചിലപ്പം നമ്മൾ കൊറിയറൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫ്ലവർ പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ എന്താണെന്ന് പലരും ചോദിക്കാണ്ട്. ഒരു നല്ലൊരു മജന്ത പോലത്തെ കളറാണ്. ഒരു മജന്ത, ഡാർക്ക് മജന്തയല്ല, എന്നാലും ഈ ഒരു കളറാണ് പൂക്കൾ വരുന്നത് കേട്ടോ. ഇതാ അപ്പോൾ നല്ലതായിട്ട് ഗ്രോത്ത് ആകുന്ന ഒരു പ്ലാന്റാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് എന്നാണ്. അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുമാണ്. അപ്പോൾ ഈ ഒരു ഗ്ലോസി ബ്രീസയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് 750, 750 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. നമ്മുടെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ട്വിസ്റ്റർ റെഡ്, അതായത് നല്ല നല്ല ഭംഗിയായിട്ട് ഒരു പ്രത്യേക റെഡ് കളറാണ് വന്നിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതുവരെയും സെയിലിന് വന്നിട്ടില്ല. നമുക്ക് ആദ്യമായിട്ടാണ് ട്വിസ്റ്റർ റെഡ് സെയിലിന് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ടാങ്ലോങ് റെഡിൻ്റെ ഒരു പൂക്കൾ പോലെയാണ് ഇരിക്കുന്നത്. ലീഫ് കണ്ടോ, ലീഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സൈസുള്ള ട്വിസ്റ്റർ റെഡാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റർ റെഡിന് റേറ്റ് വരുന്നത് 450, 450 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബീഗം സിക്കന്ദർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് ബീഗം സിക്കന്ദർ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതാണ് കേട്ടോ. ഒരു ലൈറ്റ് പർപ്പിളും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി ചേർന്ന പ്ലാന്റ് ആണ് ബീഗം സിക്കന്ദർ എന്ന് പറഞ്ഞ പ്ലാന്റ്. ബീഗം സിക്കന്ദർ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച കുറച്ചുകൂടി സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത്. ഒരു നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ് ആണ് ബീഗം സിക്കന്ദർ എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഗം സിക്കന്ദറിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് 450, 450 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ട്വിസ്റ്റർ റെഡും ബീഗം സിക്കന്ദറും വെച്ചിട്ട് ഒരു കോംബോയാണ്. പ്രൈസ് വരുന്നത് 800, 800 രൂപയാണ് ഈ രണ്ട് പ്ലാന്റും എടുക്കുന്നവർക്കുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. ഇതൊരു വെറൈറ്റി എന്ന് പറയുന്നത് ചില്ലി റെഡിൻ്റെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കേട്ടോ. അപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സ്, അതായത് ബുഷായിട്ട് നിൽക്കുന്ന പൊക്കം കുറഞ്ഞ പ്ലാന്റ്സ്, സ്റ്റെമ്മൊക്കെ ഉണ്ടോ നല്ല ഹാർഡ് സ്റ്റെമ്മായിട്ട് നിൽക്കുന്ന ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസുള്ള ചില്ലി റെഡിൻ്റെ പ്ലാന്റിന് പ്രൈസ് വരുന്നത് 450, 450 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇനിയിപ്പം എല്ലാവർക്കും 450 രൂപ കൊടുത്തൊന്നും പ്ലാന്റ് വാങ്ങിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ കവർ സൈസ് പ്ലാന്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ചില്ലി റെഡിൻ്റെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഇതുപോലത്തെ കവർ സൈസ് പ്ലാന്റ്. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് തമ്മിൽ കണ്ടോ. അപ്പോൾ ഈ ഒരു കവർ സൈസ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 250, 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി മറ്റൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹവായ് വൈറ്റിൻ്റെ പ്ലാന്റാണ്. ഇതാണ് ഹവായ് വൈറ്റ് എന്നതിൽ പലരും ചിന്തിക്കാം. അപ്പോൾ ഇതാണ് ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. ലീഫ് വെരിഗേറ്റഡ് ആയിട്ട് ഇതുപോലെ വൈറ്റ് ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ഹവായ് വൈറ്റ്. അപ്പോൾ ഹവായ് വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, ഈ ഒരു സൈസുള്ള ഇത് പോട്ടിൽ വന്നിരിക്കുന്ന, അതായത് 7 ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 450, 450 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ എല്ലാവർക്കും 450 രൂപ കൊടുത്ത് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയ കവർ സൈസ്, ഇതാണ് കേട്ടോ കവർ സൈസ് വരുന്നത്. കവർ അത്യാവശ്യം വലിയ കവറാണ്. ഇത് കണ്ടോ സൈസ്, പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി കയ്യിൽ വന്നപ്പോൾ ചെറിയ പ്ലാന്റ് ആയിപ്പോയി എന്ന് പറയരുത്. ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 300, 300 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫയറോപ്പൽ ഓറഞ്ചിന് ഇതുപോലത്തെ ബുഷായിട്ട് നിൽക്കുന്ന ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത്. 450, 450 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനിയിപ്പം ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഫയറോപ്പൽ ഓറഞ്ചിന് ഈ ഒരു സൈസുള്ള ഫയറോപ്പൽ ഓറഞ്ചും അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 280, 280 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത്. ഫ്ലെയിം റെഡ് കുറച്ച് മാർക്കറ്റിൽ ഷോർട്ടേജ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ്. അതുപോലെ തന്നെ നല്ല റേറ്റും, അത്യാവശ്യം നല്ല റേറ്റും ഉള്ള പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം റെഡ് മാർക്കറ്റിൽ ഷോർട്ടേജ് ആണ്. നമുക്ക് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 600, 600 രൂപയാണ് റേറ്റ് വരുന്നത്. ക്ഷമിക്കണം, നമുക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ലതാ
ഫ്ലവർ നിൽക്കുന്നുണ്ട്. നല്ല ബീട്രൂട്ടിൻ്റെ കളറാണ്. ഇത് നല്ല രസമാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട്. നല്ല വലിയ പ്ലാന്റുകളാണ്, നല്ല ട്രീ പോലെ നിൽക്കുന്ന പ്ലാന്റുകളാണ് നമുക്ക് റൂബി റെഡ് വന്നിരിക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് നോക്കാം കേട്ടോ. ഇതാ ഇത്രയുള്ള പ്ലാന്റാണ് നമുക്ക് റൂബി റെഡ് വന്നിരിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ മദർ പ്ലാന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാ ഫ്ലവർ കണ്ടോ, നല്ല നിറച്ച് ഫ്ലവറൊക്കെ ആയിട്ട്. എല്ലാത്തിനും ഫുള്ള് ഫ്ലവർ ഇല്ല കേട്ടോ, ചിലതൊക്കെ ഫ്ലവർ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുള്ള വലിയ പ്ലാന്റാണ് റൂബി റെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ റൂബി റെഡിൻ്റെ ഇത്രയുള്ളത് ഈ ഒരു സൈസുള്ള റൂബി റെഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 650 650 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അത്രയും സൈസിലുള്ള വേണ്ട, ചെറുത് മതി എന്ന് പറയുന്നവർക്ക് ഇതാ ഈ ഒരു സൈസുള്ള റൂബി റെഡ്, അതായത് ഇതാ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സൈസുള്ള റൂബി റെഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 450 450 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ റൂബി റെഡിൻ്റെ പൊടി പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഇതാ ഈ ഒരു സൈസുള്ള പൊടി പ്ലാന്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. 170 ആണ് റേറ്റ് വരുന്നത്. ഒരുപാടില്ല കേട്ടോ, ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക്. ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാ ഡോൾഫിൻ റെഡ് ആണ് കേട്ടോ. ഇതാ ഡോൾഫിൻ റെഡ് എന്ന് പറയുമ്പോൾ ഇതാ ലീഫ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നല്ല യെല്ലോ വെരിഗേറ്റഡ് ആയിട്ട് നല്ല ഭംഗിയാണ്. പൂക്കളില്ലെങ്കിൽ പോലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പൂക്കളില്ലെങ്കിലും കാണാനായിട്ട് പൂക്കൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാ ഈ ഒരു സൈസുള്ള ഡോൾഫിൻ റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 280 280 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് അധികം പ്ലാന്റുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ, കുറച്ച് പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വന്നിരിക്കുന്ന അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ യെല്ലോ ആണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും ബട്ടർഫ്ലൈ യെല്ലോ വന്നിരുന്നു, പക്ഷേ നമുക്ക് കൊടുക്കുവാനായിട്ട് തികഞ്ഞിരുന്നില്ല. ഇതാ ബട്ടർഫ്ലൈ യെല്ലോയുടെ ഫ്ലവർ ഇട്ട പ്ലാന്റ് ഇത് കണ്ടോ, ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ വന്ന സ്റ്റോക്കാണ്. ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി തരില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ബോക്സുകളിലേക്കൊക്കെ ആക്കാൻ നേരത്ത് നോക്കുമ്പോൾ ഫ്ലവർ പൊഴിഞ്ഞേക്കുമായിരുന്നു. അതുപോലെ തന്നെ പെറ്റ് സർവീസിൻ്റെ വണ്ടിയിൽ, അതായത് പ്ലാന്റ് സർവീസിൻ്റെ വണ്ടിയിലേക്ക് ഇതുപോലെ നമ്മൾ ബോക്സുകളിലേക്ക് ആക്കാൻ നേരത്ത് ഫ്ലവർ ഉണ്ടായിരുന്നു. പക്ഷേ വീടുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ ഫ്ലവർ പൊഴിഞ്ഞു പോയിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലവറുകളുടെ കാര്യത്തിൽ നമുക്ക്, അതായത് ഫ്ലവർ നിൽക്കുമെന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി, പക്ഷേ ഫ്ലവർ പൊഴിഞ്ഞാൽ പോലും ഒരു 1 വീക്ക് നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഡെലിവറി ഇല്ല. അപ്പോൾ ഒരു 1 വീക്ക് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ വരും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, ഇതാ ബട്ടർഫ്ലൈ യെല്ലോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതാ നീളമുള്ള നേരോ പോലെ വയ്ക്കുന്ന ഫ്ലവറാണ് വരുന്നത്. അതുപോലെ വെരിഗേറ്റഡ് ആണ് ലീഫ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 650 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 650. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചിത്രയാണ് വരുന്നത് കേട്ടോ. ചിത്രയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ചിത്രയുടെ ഫ്ലവർ ഞാൻ ചിത്ര സ്ട്രൈപ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ചിത്രയുടെ ഫ്ലവർ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആദ്യം ഒരു വൈറ്റ് ഫ്ലവർ ആയിട്ടായിരിക്കും വരിക, പിന്നെ ഒരു മെറൂൺ ഷെയ്ഡും അതുപോലെ പിങ്കും ഒക്കെ ആയിട്ട് മിക്സറായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 320 320 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ റെഫറൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വന്നിരിക്കുന്ന അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പിങ്ക് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പൂക്കൾ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ പൂക്കളുണ്ട്. ബട്ടർഫ്ലൈ പിങ്ക് ആണ് കേട്ടോ വരുന്നത്. ഇതിന് നല്ല പൂക്കളുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ നേരോ ആയിട്ടാണ് പൂക്കൾ നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ്. പ്രൈസ് വരുന്നത് 450 450 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി ഐസ്ക്രീമാണ് കേട്ടോ. ഇത്രയും സൈസുള്ള അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ് ആണ്. ചില്ലി ഐസ്ക്രീമിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 450 450 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടർണയുടെ പ്ലാന്റ് ആണ് കേട്ടോ. അടർണയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സൈസിലുള്ള, അതായത് 8 ഇഞ്ച് പോട്ട് വന്നിരിക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 1300 1300 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ല വെയിലത്താണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നല്ല വെയിലാറിനെ കൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള അടർണയ്ക്ക് റേറ്റ് വരുന്നത് 1300 ആണ്. നമുക്ക് അടർണയുടെ ചെറിയ പ്ലാന്റുകൾ ഇനി കൂടുതൽ അവൈലബിൾ അല്ല കേട്ടോ. കാരണം അടർണയുടെ സ്റ്റോക്കൊക്കെ അറൗണ്ട് നമ്മുടെ നഴ്സറിലൊക്കെ ഫിനിഷ് ആയി തുടങ്ങി കേട്ടോ. ഈ ഒരു സൈസിലുള്ള അടർണ പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ട്. ഒത്തിരി പ്ലാന്റുകളില്ല കേട്ടോ, 2 4 പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ അടുത്ത് നല്ല വെയിലാണല്ലോ. ഇനി നമ്മുടെ അടുത്ത് നിൽക്കുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത്, വെയിലാറിനും കൊണ്ട് നിങ്ങൾക്ക് കളറുകൾ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇത് വരുന്നത് ഒരു മൾട്ടി ഗ്രാഫ്റ്റാണ്. ഫുൾ ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗിൻവില്ല പ്ലാന്റ് ആണ്. ചില്ലി ഓറഞ്ചും പിന്നെ ഇതിനകത്തുള്ളത് ചില്ലി പർപ്പിളും, അങ്ങനെ 2 കളറാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇതിന് ഈ 2 കളറുള്ളതിന് ഇന്നത്തെ ഇതിന് 3 കളറില്ല. ഇതിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രൈസ് വരുന്നത് 2300 2300 രൂപയാണ് ഈ ഒരു ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതാ ചെറിയൊരു പ്ലാന്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ. ചില്ലി ഐസ്ക്രീം
അതുപോലെ തന്നെ ചില്ലി റെഡ്, ചില്ലി യെല്ലോ, ഇങ്ങനെ 3 കളറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ചില്ലി ഐസ്ക്രീമിൻ്റെ കറക്റ്റ് കളർ ഇതാണ് കേട്ടോ, ചെറിയൊരു പിങ്കൊക്കെ കയറി വരുന്നത്. ഇതാ ഒരു മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗെയിൻവില്ല പ്ലാന്റ് ആണ്. ഇതിന് ഇന്നത്തെ പ്രൈസ് വന്ന് 2000 ആണ് കേട്ടോ. 2000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. പ്ലാന്റ് ഇരിപ്പുണ്ട്. മഹാറ നമ്മൾ ആദ്യം കണ്ടത്, അതിൻ്റെ മഹാറയുടെ വെരിഗേറ്റഡ് മഹാറ കേട്ടോ. അതായത് പൂക്കൾ എങ്ങനെയാണ്, ലീഫ് കണ്ടോ, വെരിഗേഷൻ ആയിട്ടുള്ള ലീഫ്. അപ്പോൾ ഈ വെരിഗേറ്റഡ് മഹാറ നമുക്കൊരു 4 പ്ലാന്റ് നമ്മുടെ സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളൊരു ക്ലിയറൻസ് സെയിൽ കൊടുക്കുവാണ്. ഇന്നത്തെ പ്രൈസ് വരുന്നത് 350, 350 രൂപ. അത്യാവശ്യം മാർക്കറ്റിൽ 550 വരെ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം സൈസും ഉള്ള പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് 350, 350 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇതാ പൂക്കളുടെ കളറാണ് ഈ കാണുന്നത്, ലീഫ് കണ്ടോ വെരിഗേഷനായിട്ട്. കഴിഞ്ഞ ആഴ്ച കാണിച്ചിരുന്നു നമ്മുടെ ചില്ലി ഐറ്റത്തിൻ്റെ കുറേ കവർ സൈസ് പ്ലാന്റുകൾ ഉണ്ടെന്ന് കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. പൂക്കളായി തുടങ്ങിയ പ്ലാന്റുകൾ നമുക്ക് 250 ആണ് റേറ്റ് വരുന്നത് കേട്ടോ, കവർ സൈസ് പ്ലാന്റുകൾ. അതിൽ ചിലപ്പോൾ ചില്ലി യെല്ലോ, അതുപോലെ ചില്ലി ഓറഞ്ച്, ചില്ലി റെഡ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൂക്കളായി വരുന്ന നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചില്ലി വെറൈറ്റീസ് മിക്സ് ചെയ്തിരിക്കുന്നതിനാൽ നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്ലവർ ഉള്ള പ്ലാന്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചില്ലി വെറൈറ്റീസാണ്, ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, ഇങ്ങനെ 3 വെറൈറ്റീസാണുള്ളത് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 250, 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ചിത്രയാണ് കേട്ടോ. സിൽവർ ചിത്ര നല്ല രസമാണ് പൂക്കൾ കാണാനായിട്ട്. പൂക്കളുടെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കാം. നല്ല ഭംഗിയാണ്, അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ലീഫ് ഇതുപോലെ സിൽവർ കളറായിട്ടാണ് നിൽക്കുന്നത്. പൂക്കൾ 2-3 പൂക്കൾ 2-3 ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് റെയർ പ്ലാന്റ് ആണ് കേട്ടോ, സിൽവർ ചിത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 650 ആണ് റേറ്റ് വരുന്നത്. 650 രൂപയാണ് റേറ്റ് വരുന്നത്. 4 പ്ലാന്റ് മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ. ഒരുപാട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് 4-5 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിയ പ്ലാന്റ്, ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ഇന്നത്തെ പ്രൈസ് വരുന്നത് 580, 580 രൂപയാണ് ചോക്ലേറ്റ് ബ്രൗൺ റേറ്റ് വരുന്നത് കേട്ടോ. ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കുന്നതാണ്. ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ചിലതിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പ്ലാന്റുകളിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ കളറാണ് പൂക്കൾ വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇതിനകത്ത് 3-4 ഗ്രാഫ്റ്റിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, ഇതൊക്കെ മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്. പൂക്കൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അറിയില്ല ഇതിനകത്ത് എന്തൊക്കെ കളറുകളാണെന്ന്, പൂക്കളായാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും 3-4 ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് 1200, 1200 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് ടാങ്ലോങ് പീച്ചിന് നല്ല ഫ്ലവർ ഇട്ടതാ ഈ ഒരു സൈസിലുള്ള ടാങ്ലോങ് പീച്ചിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് 350, 350 രൂപയാണ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് കേട്ടോ. 350. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറൊക്കെ ഇട്ട പ്ലാന്റ് ആണ് ടാങ്ലോങ് പീച്ച് വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസുള്ള ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലവറൊക്കെ ഇട്ടത് ഇതുപോലെ നല്ലതായിട്ട് ഫ്ലവർ ഇട്ട് ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസുള്ള ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300, 300 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ബിദാദരിയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ബിദാദരിയുടെ പ്ലാന്റ് ആണ്. ഫ്ലവർ കുറച്ചുകൂടി കളർ ചേഞ്ചായി വരാനുണ്ട് കേട്ടോ. ബിദാദരിയുടെ നല്ലൊരു പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നത്. ബിദാദരിക്ക് പ്രൈസ് വരുന്നത് 750, 750 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്കൊരു 4-5 പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൂറ ബല്ലാക്ക. നല്ലൊരു മലേഷ്യൻ തായ്ലൻഡ് വെറൈറ്റി പ്ലാന്റ് ആണ് സെക്കൂറ ബല്ലാക്ക എന്ന് പറഞ്ഞ പ്ലാന്റ്. ഫ്ലവർ ഇട്ടതാ ഈ ഒരു സൈസുള്ള സെക്കൂറ ബല്ലാക്കയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 1400, 1400 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ബിദാദരിയും സെക്കൂറ ബല്ലാക്കയും കൂടി ഒരുമിച്ച് എടുക്കുന്നവർക്ക്, അതായത് ഒരു ബിദാദരിയുടെ പ്ലാന്റ് ഒരു സെക്കൂറ ബല്ലാക്കയും കൂടി കോംബോ പ്രൈസ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് 2000, 2000 രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഇന്ന് നമുക്ക് ഡ്രീം ഗാർഡനിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് 1-2 പ്ലാന്റുകൾ വെച്ച് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റം കൂടി ഉണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അതൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം. പൂക്കളായി വരുന്നതനുസരിച്ചും വെറൈറ്റികൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ബട്ടർ കപ്പും വാട്ടർമെലൻ കിസ്സും ആവശ്യപ്പെട്ടുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഡ്രീം ഗാർഡനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.